കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് കേരള എന്നിവ ചേർന്ന് സംഘടിപ്പിക്കുന്ന വ്യവസായ പ്രദർശനം ഇൻഡ് എക്സ്പോ 2026 കണ്ണൂർ നായനാർ അക്കാദമിയിൽ പുരോഗമിക്കുന്നു. പ്രദർശനത്തിൻ്റെ ഭാഗമായി ഇന്ന് വിദ്യാർത്ഥികളിൽ സംരംഭക മനോഭാവം വളർത്തുന്നതിന് വിദ്യാർത്ഥികളും പ്രമുഖ വ്യവസായികളും ചേർന്നുള്ള ചർച്ചകളും സംവാദങ്ങളും നടന്നു. സ്റ്റാർട്ടപ്പ് സ്പാർക്ക് എന്ന പേരിൽ നടന്ന പരിപാടി അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് IAS ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ C. അബ്ദുൽ കരീം ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വ്യവസായ പ്രമുഖരായ PK മായൻ മുഹമ്മദ് കോയ, A. സിറാജുദ്ദീൻ, അനിൽകുമാർ, വിനോദ് നാരായണൻ, K. സുഭാഷ്, PM സുഗുണൻ, CH റഹ്മത്ത്, TP നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 ക്ലാസുകളിലെ 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഗണ്യമായ പ്രവർത്തനം നടത്തുവാൻ മുൻ സർക്കാരുകൾക്ക് സാധിച്ചിട്ടുണ്ട്. വരുന്ന സർക്കാരിന് തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് 10ഓളം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്. അതാത് ക്യാമ്പസുകളിൽ ക്യാമ്പസ് മാനേജ്മെൻറ്റ്, കോളേജ് മാനേജ്മെൻറ്റുകൾ നൽകുന്ന സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം, സാമ്പത്തികവും സാങ്കേതികവും സംഘടനാപരവുമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എടുത്ത സമയത്തുണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇന്ന് കൂടുതൽ ക്യാമ്പസുകൾ വരും എന്ന വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പാലക്കാട് വ്യവസായ നഗരം വളരെ ദ്രുതഗതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായിട്ട് കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് ഉയരുന്ന പാലക്കാട് ഇൻഡസ്ട്രിയൽ സിറ്റിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് IIT തൊട്ടടുത്ത് അയൽപക്കക്കാരനാണ്. പാലക്കാട് IITയുടെ നേതൃത്വത്തിൽ ടെക്നോളജി ആൻഡ് റിസർച്ച് ഹബ് എന്ന് പറയുന്നത് 20 ഏക്കർ സ്ഥലം നൽകിക്കൊണ്ട് ഏറ്റവും മികച്ച ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ്. IITയുടെ ഏറ്റവും വലിയ റിസർച്ച് ശക്തിയും അതോടൊപ്പം വിദ്യാർത്ഥികളുടെ നൂതനമായിട്ടുള്ള കഴിവും സമന്വയിപ്പിച്ചുകൊണ്ട് അത് തൊട്ടടുത്തുള്ള വ്യവസായ നഗരത്തിലേക്ക് അത് പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന അങ്ങേയറ്റം അസൂയാവഹമായ ഒരവസ്ഥ നമുക്ക് വരും വർഷങ്ങളിൽ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിലെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ട് ഒത്തിരി ശ്രമങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിച്ചത് സംസ്ഥാന സർക്കാരും വ്യവസായ സംഘടനകളും തമ്മിലുള്ള വളരെ ദൃഢമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആയാലും കൊള്ളാം, FICCI ആയാലും കൊള്ളാം. അതിനെല്ലാം ഉപരിയായിട്ട് മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസ് മേഖലയിൽ ഏറ്റവും വലിയ സംഭാവനകൾ അർപ്പിക്കാൻ കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സാധിച്ചു എന്നത് അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇവിടെ സ്മരിക്കുകയാണ്. ഇത്രമാത്രം KSSIയുടെ പ്രസിഡന്റും അതുപോലെ ഭാരവാഹികളും ഇത്രമാത്രം ഒരു വർഷത്തിൻ്റെ ദിവസങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ ഞാൻ KSSI പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട അവസാനം KSSI പ്രസിഡന്റിനോട് വരേണ്ട ദിവസങ്ങൾ, വരേണ്ടാത്ത ദിവസങ്ങൾ എന്ന രീതിയിൽ ഒരു കണക്ക് വയ്ക്കണമെന്ന് വരെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാട്സപ്പ് മെസ്സേജുകൾ എനിക്ക് അയച്ചിട്ടുള്ളത് KSSI പ്രസിഡന്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അല്പം ചുരുക്കി അയക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹം അതും തീർച്ചയായിട്ടും അത് സമ്മതിച്ചിട്ടുമുണ്ടായിരുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് മന്ത്രിതലത്തിലായാലും മറ്റു ഉദ്യോഗസ്ഥ തലത്തിലും 14 ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലും നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ സാധിച്ചു. സംസ്ഥാനത്താകമാനം ഈ തരത്തിലുള്ള മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസ് വളരുവാനും തഴച്ചു വളരുവാനും എല്ലാം തന്നെ തുടക്കമിടാനും 4 ലക്ഷം പുതിയ MSMEകൾ വരാനും എല്ലാം സാധ്യമാക്കിയത് 1500ഓളം വരുന്ന ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സാണ്. അതിലുപരിയായിട്ട് താലൂക്ക് വ്യവസായ കേന്ദ്രങ്ങളും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളും അങ്ങോട്ട് പോയിക്കൊണ്ട് എല്ലാവരെയും കണ്ട് ക്ഷണിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. നിങ്ങളൊക്കെ തന്നെയാണ് മറുപടി പറയേണ്ടത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് എങ്ങനെ ഇത് ചെയ്യാതിരിക്കാമെന്നതിനേക്കാളും എങ്ങനെ ഇത് സാധ്യമാകുമെന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥരെല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളും സമ്മതിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും നമുക്ക് മാറ്റങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. ഒരു 5-6 വകുപ്പുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യവസായികൾക്കും വ്യാപാരികൾക്കും എനിക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു 5-6 വകുപ്പുകൾ കൂടി ഇനി നേരം വെളുക്കാൻ അല്പം കൂടി സമയം ബാക്കിയുണ്ടെന്ന് വിശ്വസിക്കുന്ന വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിലും മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും നമ്മൾ കുറച്ചുകൂടി ഒരു ഊന്നൽ കൊടുത്താൽ മാത്രമേ സാധിക്കൂ. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.